കേരളത്തിലെ ഏക റെയിൽവേ ഡീസൽ ലോക്കോ ഷെഡ് അടച്ചുപൂട്ടാനുള്ള നീക്കവുമായി ദക്ഷിണ റെയിൽവേ. ഷെഡ് അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിൽ ദക്ഷിണ റെയിൽവേ മാനേജർ ഉടൻ തീരുമാനമെടുക്കും. ഡീസൽ ലോക്കോ ഷെഡിനെ ഇലക്ട്രിക് ലോക്കോ ഷെഡായി മാറ്റുന്നതിനായി റെയിൽവേ ബോർഡിന്റെ നേതൃത്വത്തിൽ കോടികൾ മുടക്കി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു വരുമ്പോഴാണ് സ്ഥാപനം പൂട്ടാൻ ദക്ഷിണ റെയിൽവേ അധികാരികൾ വീണ്ടും ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം. രാജ്യത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഡീസൽ ലോക്കോ ഷെഡുകളിൽ ഒന്നാണിത്. നീക്കത്തിനു പിന്നിൽ തമിഴ്നാട് ലോബിയാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. 1981 പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം പലവട്ടം അടച്ചുപൂട്ടാൻ ദക്ഷിണ റെയിൽവേ ശ്രമിച്ചിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞായിരുന്നു നീക്കം. കഴിഞ്ഞ വർഷവും ഇതിനുള്ള ശ്രമം നടന്നെങ്കിലും എംപിമാരായ ഹൈബി ഈഡനും ജോൺ ബ്രിട്ടാസും കെ രാധാകൃഷ്ണനും ഇടപെടുകയും കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ തിരുവനന്തപുരം ഡിവിഷന്റെയും പാലക്കാട് ഡിവിഷന്റെയും എല്ലാ ഷണ്ടിംഗ് ജോലികളും വകുപ്പുതല ജോലികളും നിർവഹിക്കുന്നത് ഈ ലോക്കോ ഷെഡാണ്. ആക്സിഡന്റ് റിലീഫ് ട്രെയിനും ആക്സിഡന്റ് റിലീഫ് ക്രെയിനും പരിപാലിക്കുന്നതും ലോക്കോ ഷെഡാണ്. അപകട സാഹചര്യങ്ങളിൽ വൈദ്യുതി നിലയ്ക്കുന്ന സ്ഥിതിയുണ്ടായാൽ ഇലക്ട്രിക് ലോക്കോ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഡീസൽ ലോക്കോ കൂടിയേ തീരൂ. 100 ലോക്കോ അറ്റകുറ്റപ്പണികൾക്കായുള്ള കരാർ നിലനിൽക്കെ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള നീക്കം സംശയകരമാണെന്നാണ് ജീവനക്കാരുടെ സംഘടനകളുടെ നിലപാട്. നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.